ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു, ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു, കുടുംബം അടിപൊളിയായിട്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? ഇത് നമ്മുടെ കഥാനായകനാണ് നിമേഷ്. പല വീഡിയോസിനകത്ത് നമ്മൾ പരാമർശിച്ചിട്ടുള്ള ഒരു നാറിയാണ് ഇവന്. ടൂ വീലറെ കയറാൻ പേടിയായതുകൊണ്ട് എന്നെ ഇട്ട് നഗരം മൊത്തം ചുറ്റിച്ച് കാണിക്കുകയാണ് നിമേഷിൻ്റെ ഉദ്ദേശം. എങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് എല്ലാവരും കാണും. ഇപ്പം ആരാണ് വിഡിതം പറഞ്ഞതെന്നറിയാം. ഓണ്ടലിൽ നിന്നും ഒരു കുറവുമില്ല. ഞാനും നിമേഷും കൂടെ എവിടെ വന്നാണെന്ന് വെച്ചാൽ തിരുവല്ലയിൽ വന്നതാണ്. പക്ഷേ ആരും അറിയരുതെന്ന് എന്നോട് പ്രത്യേകം വാശി പിടിച്ചിട്ടുണ്ട് നിമേഷ്. കാരണം നിമേഷ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോവുകയാണ്. നിമേഷിൻ്റെ വൈഫ് പ്രീത ജർമ്മനിയിലാണ്. 1 ഇയർ ലീവിന് വന്നിട്ട് പോയി. എന്നെ ഒരുപാട് പ്രാവശ്യം കോൺടാക്ട് ചെയ്തിരുന്നു, നേരിട്ടൊന്ന് കാണാനും ചിലവ് ചെയ്യാനും ഒക്കെ. പക്ഷേ എനിക്ക് പറ്റിയില്ല, കാരണം ഞാനൊരു ഇച്ചിരി തിരക്കായിപ്പോയി. 1-2 പ്രാവശ്യം വിളിച്ചപ്പോഴൊക്കെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെയായിപ്പോയി. എന്നിരുന്നാൽ തന്നെ ഈ അവസരത്തിൽ ഞാൻ ഞെട്ടലും ഖേദവും പ്രീതയോടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നിമേഷ് പഠിക്കാനുള്ള ശ്രമത്തിലാണ് വീണ്ടും. ക്ലാസ്സിൽ പണ്ട് പഠിക്കുന്ന സമയത്തും പുള്ളി ഒരു പഠിപ്പിസ്റ്റായിരുന്നു. പുള്ളിയേക്കാൾ 2 മാർക്ക് കൂടുതലിന് മെറ്റേണിറ്റിക്ക് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞിട്ട് 2 മാസം പുള്ളി എന്നോട് മിണ്ടിയില്ല. ആ മേഡത്തെ അവൻ പകച്ച് പുറത്ത് അടിച്ച പാർട്ടിയാണ് ഇവൻ. പിന്നെ ഇവൻ്റെ രണ്ടാമത്തെ വീക്ക്നെസ് എന്തെന്ന് ചോദിച്ചാൽ നല്ല കളർഫുൾ ചേച്ചിമാരായിരുന്നു. ഇവിടെ നല്ല കളർഫുൾ ചേച്ചിമാരുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ലതായിട്ടൊന്നും വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്തില്ല, കാരണം നമ്മളങ്ങനെയാണല്ലോ. ഞാനൊരു കൊച്ചു സുന്ദരനായതുകൊണ്ട് ഞാൻ എൻ്റെ സൗന്ദര്യം സ്വയം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ജർമ്മനിയുടെ ഒരു ഭൂപടം കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ചോദിച്ചേടാ നിൻ്റെ വൈഫ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവൻ എൻ്റെ ഗ്രഹപ്പോഴേക്ക് അവൻ എന്നോട് പറഞ്ഞു ബെർലിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ തുപ്പൽ എൻ്റെ വായിലും മോന്തയ്ക്കും എല്ലാം തെറിച്ചു. അവിടെ നിന്ന് ചേച്ചിയുടെ ഒരു 500 ബാർ സോപ്പ് മേടിച്ച് മുഖം കഴുകി വായി വീണ തുപ്പലും തുപ്പിക്കളഞ്ഞ് വെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നടന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കല്യാൺ സിൽക്സ് റിഡക്ഷനാണ്. കല്യാൺ സിൽക്സ് തിരുവല്ലയുടെ അഭിമാനം. അങ്ങനെ ഞങ്ങൾ കല്യാൺസിനെ ലക്ഷ്യമാക്കി ആദ്യം വന്ന പ്രൈവറ്റ് ബസ് ചാടിക്കയറി. കണസ പെണ്ണ് അതിലെനിക്കൊരു കണ്ണ് ആ പാട്ടും പാടി ആസ്വദിച്ച് ചിരിച്ച് വന്നപ്പോഴത്തേക്ക് അവൻ എന്നോട് പറഞ്ഞു നിൻ്റെ തുലിഞ്ഞ മുണയൊന്ന് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചിരിയൊക്കെ നിർത്തി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കല്യാൺ സിൽക്സ് വന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കല്യാൺ സിൽക്സ് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ദിവ്യാണി ചേച്ചിയെ പെട്ടെന്ന് ഒരു നിമിഷം ഓർത്ത് പോയി. പാവം നർത്തകരായ ഞങ്ങളുടെ കുട്ടികളെ ചതിച്ച കല്യാൺ സിൽക്സ്. അതിനെപ്പറ്റി എനിക്കൊരു വ്ലോഗ് തന്നെ പറയാനുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എനിവേ എന്താണെങ്കിലും ഞങ്ങൾ കല്യാൺ സിൽക്സിലോട്ട് കയറുകയാണ്. എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ ഭയങ്കര രസമായിരുന്നു എന്നെ കാണാൻ. അത് സത്യമായിട്ടും എല്ലാവരും നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും തള്ളാണെന്നൊന്നും പറയരുത്. ഞങ്ങൾ അങ്ങനെ തന്നെ മണ്ടയ്ക്കോട്ട് വന്നു. പെട്ടെന്ന് എവിടെ ചെന്നാലും നമ്മൾ ഏത് വലിയ കടയിൽ ചെന്നാലും നമ്മൾ എന്താ നോക്കുന്നത്, എവിടെ ഉണ്ട് റിഡക്ഷൻ, എവിടെ ഉണ്ട് ആദായം. അങ്ങനെ നമ്മൾ അങ്ങനെ ലക്ഷ്യമാക്കി അങ്ങനെ വന്നപ്പോഴത്തേക്ക് നിമേഷ് എന്നോട് ഒരുപാട് ഒരു വർത്തനം, എടാ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോളാം. ഞാൻ ഒട്ടും ആമാന്തിച്ചില്ല. 1 2 3 4 അങ്ങനെ ഇത്രയും മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അവൻ്റെ സമ്മാനമാണ്. അവൻ്റെ സമ്മാനം എനിക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. 2 മാർക്ക് കൂടുതൽ മേടിച്ചതിന് എന്നെ മേഡത്തെ പറപ്പിക്കുകയും ചെയ്തു. എന്നെ പിന്നെ പറപ്പിച്ചില്ല, ഞാൻ ക്ലാസ്സിൽ തന്നെ വെച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവന് മൊത്തത്തിൽ വിഷമമാകും. അവൻ്റെ വിഷമം എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ വിഷമമൊക്കെ എൻ്റെ റൈറ്റ് വെൻട്രിക്കിളിലോട്ടും പോകും. അത് കാരണം ഞാനതങ്ങ് മേടിച്ചു. പിന്നെ ഇഷ്ടത്തോടെയാണെങ്കിലും ഞാനതങ്ങ് മേടിച്ചു. പിന്നെ ഓസി കിട്ടിയാൽ നിങ്ങൾ പറയും ഞാനിപ്പോൾ ആസിഡ് അടിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവൻ വലിയ സ്നേഹത്തോടെയാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. എന്നാലും ബില്ല് വന്നപ്പോൾ എൻ്റെ അച്ഛൻ കുഴി കിടന്ന് തുമ്മിയോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതെ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കല്യാൺസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലക്ഷ്യമാക്കിയത് ഒരു ഹോട്ടലിനെ ആയിരുന്നു. രാത്രിയാടാ ഇതൊക്കെയാണെങ്കിലും പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും എന്നോട് ആ സ്നേഹത്തിന് ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ നിൽക്കുന്നു. ഇനി എന്താണെന്ന് അറിയില്ല, ഇനി എപ്പോഴാണ് ഗ്യാസ് ഇളകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇരിക്കുന്ന ഇടയിൽ ഒരു ഗ്യാസ് ഇളക്കമൊക്കെ ഉള്ളതാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും എന്നോടായിരിക്കും വഴക്കിടുന്നതും കാര്യങ്ങളും ഒക്കെ എനിക്കതറിയാം. അതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തേ നിൽക്കത്തുള്ളൂ. പിന്നെ എനിക്ക് ഇറച്ചി കയറുന്നത് എന്നാന്ന് വെച്ചാൽ നാട്ടിലുള്ളവരുടെ മൊത്തം പെണ്ണുങ്ങളുടെയും കാര്യം ചോദിച്ചു. അങ്ങേറ്റം കുട്ടിക്കാനും കൊച്ചമണിയുടെ കാര്യം വരെ പറഞ്ഞു. അതായത് ലിനു, അനു, ഗോപിക, സേതുലക്ഷ്മി, എനിക്കറിയത്തില്ല, ജിൻസി, ജാൻസി, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാത്തുങ്ങളുടെയും പേര് അവൻ ആ ശ്വാസത്തിൽ അവിടെ ഇരുന്ന ചിക്കൻ്റെ കൂടെ കടിച്ചു വലിച്ച് പറയുന്നത് കേട്ടു. ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോരോ കാര്യങ്ങളും മൂളി കേട്ടു. ഞാൻ ഇത്രയും മാത്രം ചോദിച്ചു, ലിജോയും ഷൈനും ഒക്കെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ തരുന്ന ഈ ഓരോ നിമിഷവും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. കാര്യസാധ്യത്തിന് മാത്രം നമ്മോട് അടുക്കുന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിമേഷ് ശരിക്കും ഒരു ലക്കി പേഴ്സൺ ആണ്. കാരണം ഞാൻ നിമേഷിനെ എൻ്റെ നല്ല ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിലാണ് ഞാൻ നിമേഷിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാനും ഒരു ലക്കി പേഴ്സണാണ്. കാരണം നിമേഷിൻ്റെ നല്ല ഒരു ഫ്രണ്ട്സിലാണ് ഞാനും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം എൻ്റെ എല്ലാ ദുഃഖഘട്ടങ്ങളിലും നിമേഷ് എനിക്കൊരു കൈത്താങ്ങും സപ്പോർട്ടുമായിട്ട് തന്നെ നിന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഒരു വർഷം കൊണ്ട് 100 ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതും 100 വർഷം ഒരു ഫ്രണ്ട്സിനെ നല്ലൊരു ഫ്രണ്ട്സായിട്ട് കൺസിഡർ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ എല്ലാ പോരായ്മകളും മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള നല്ലൊരു വ്യക്തികളിൽ ഒരാളാണ് നിമേഷ്. എന്നിരുന്നാൽ തന്നെ ഇടയ്ക്ക് ഗ്യാസ് കയറും, പിന്നെ മാർക്ക് കൂടുതൽ മേടിക്കുമ്പോൾ അവനെ ഇളക്കാൻ തട്ടും. എന്നാലും എനിക്കിഷ്ടമാണ് നിമേഷ്. എൻ്റെ നിമേഷിന് നല്ലത് വരുത്തണേ.
ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കെന്നും ചേർന്ന് നടക്കാൻ എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് നിമേഷ്. നിമേഷിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിമേഷ് എത്രയും പെട്ടെന്ന് ജർമ്മനിയിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒന്നിച്ച് നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇനി വേദിക വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.